എല്ലാവർക്കും നമസ്കാരം. ഇതുവരെ ആരും ചെയ്യാത്തൊരു ട്യൂട്ടോറിയലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഹൗ ടു ചീറ്റ് എ പേഴ്സൺ ഇൻ കാനഡ. അതായത് വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഒരു വ്യക്തിനെ നമുക്ക് കാനഡയിലോട്ട് കൊണ്ടുവന്ന് ചതിക്കാൻ പറ്റും എന്നതിനെക്കുറിച്ചൊരു ട്യൂട്ടോറിയലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. പണ്ട് നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ UAE അല്ലെങ്കിൽ ദുബായ് അല്ലെങ്കിൽ അവിടുത്തെ ഗൾഫ് രാജ്യങ്ങളിൽ കൊല്ലങ്ങളായി പണിയെടുത്ത പലരും ഇപ്പോൾ ടാർഗറ്റ് ചെയ്യപ്പെടുന്ന ഒരു വഴിയെക്കുറിച്ചാണ്, ഒരു മെത്തേഡിനെ കുറിച്ചാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഒരു വ്യക്തി നാട്ടിൽ അല്ലെങ്കിൽ ദുബായിൽ പണിയെടുത്ത് ഒരു 10-15 കൊല്ലം പണിയെടുത്ത് ലക്ഷക്കണക്കിന് രൂപ സമ്പാദിച്ച്, അതായത് ഒരു 20 ലക്ഷം അല്ലെങ്കിൽ 25 ലക്ഷം രൂപ സമ്പാദിച്ച് സൂക്ഷിച്ചു വെച്ചാൽ അവരായിരിക്കും നമ്മുടെ മെയിൻ ഇര. ഇവരുടെ അടുത്ത് ചെന്ന് നമ്മൾ ഇപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് കാനഡ പോകുന്നതിൽ ഒരു നല്ലൊരു രാജ്യമുണ്ട്, അവിടെ നിങ്ങളുടെ ഫാമിലി സെറ്റിൽഡ് ആയിരിക്കും, മക്കൾക്ക് നല്ലൊരു ഭാവി കാണും, നല്ല വിദ്യാഭ്യാസം കാണും എന്നും പറഞ്ഞ് ക്യാൻവാസ് ചെയ്ത് നമ്മൾ അവരെ അങ്ങ് ടാർഗറ്റ് ചെയ്യും. എന്നിട്ട് ആ വ്യക്തികളോട് പോയിട്ട് പറയുന്നതോ, ഇവരുടെ അടുത്ത് ഇല്ലാത്ത പ്രതീക്ഷകളും എല്ലാം കൊടുത്ത് ജോലി അടക്കം തരാമെന്നും പറഞ്ഞ് കൊടുക്കും. പലയിടത്തും എനിക്ക് പലരും മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ആദ്യമേ തന്നെ രജിസ്ട്രേഷൻ ഫീ എന്നും പറഞ്ഞിട്ട് ഒരു 50-60 രൂപ അല്ലെങ്കിൽ 1.5 ലക്ഷം 2 ലക്ഷം രൂപ വാങ്ങാൻ പറ്റുന്ന ആദ്യമേ തന്നെ വാങ്ങും. ഈ സമയം നിങ്ങൾ പറ്റിക്കപ്പെടാൻ നിങ്ങൾ തയ്യാറാകുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ വൾണറബിൾ ആണ് എന്ന് കാണുമ്പോൾ നിങ്ങളെ പറ്റിക്കാൻ അവർ ശ്രമിക്കുമ്പം നിങ്ങളുടെ സൈഡിൽ നിന്ന് അവർക്കൊരു ഔട്ട്പുട്ട് കിട്ടാത്തോളം കാലം അവർക്ക് നിങ്ങളെ പറ്റിക്കാൻ പറ്റത്തില്ല. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ആദ്യമേ നിങ്ങൾ ഇപ്പം നാട്ടിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങോട്ട് വരാൻ ആഗ്രഹം ഉണ്ടാവും. അന്നേരം അത് മുതലെടുത്താണ് പലരും ഇപ്പോൾ ചതിക്കാൻ നോക്കുന്നത്. പക്ഷേ ഈ ചതിക്കുന്ന രീതികളാണെങ്കിലോ, 22 ലക്ഷം രൂപ മേടിച്ചതിന് ശേഷം ഇവിടെ കൊണ്ടുവന്ന് വിസിറ്റർ വിസയിൽ വിട്ട ഒരു കഥ ഞാൻ കേട്ടു. എന്ന് വെച്ചാൽ, ദർ ആർ സോഴ്സസ് വിച്ച് ഐ ക്യാൻ റിലൈ ഓൺ. 22 ലക്ഷം രൂപ കൊടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വിട്ടു. അതേപോലെ തന്നെ വേറെ ചിലരുടെ അടുത്ത് 18 ലക്ഷം രൂപ കൊടുത്ത് അല്ലെങ്കിൽ 19 ലക്ഷം രൂപ കൊടുത്ത് ക്ലോസ്ഡ് വർക്ക് പെർമിറ്റിൽ ഇവിടെ കൊണ്ടുവന്നു. ആളിവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ജോലിയില്ല, ഒന്നുമില്ല. ദിസ് ഈസ് ഇന്നും ഇന്നലെ തുടങ്ങിയ കാര്യമല്ല. ഇത് ഏറ്റവും ദുഃഖകരമായ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മലയാളികൾ തന്നെയാണ് മലയാളികളെ ഇങ്ങനെ പറ്റിക്കുന്നത് എന്നാണ് ഏറ്റവും ഒരു അത്ഭുതപ്പെടുത്തിയ കാര്യം. നമ്മളിവിടെ വന്ന് കഷ്ടപ്പെട്ട് ഇവിടെ ഓരോ കാര്യങ്ങളും പഠിച്ച് വളർന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കുന്ന പല മനുഷ്യരുണ്ട്. അത് ചൂഷണം ചെയ്യാൻ ഇങ്ങനെ ശ്രമിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ചെയ്തുകൂടാ. എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 കാര്യങ്ങളാണ്. ഒന്ന് ഫ്രോഡിനെ കുറിച്ചും ഒന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചുമാണ് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്നത്. ഇവിടെ ആരും നിങ്ങൾക്ക് ഒരു കാര്യവും വെറുതെ ഫ്രീ ആയിട്ട് ചെയ്തു തരാൻ പോകുന്നില്ല. ഇഫ് ഹി ഈസ് ഗോയിങ് ടു ഡു ദാറ്റ് ഫോർ ഫ്രീ, സംതിങ് ഷുഡ് ബി റോങ്. എന്തെങ്കിലും ഫ്രീ ആയിട്ട് ചെയ്തു തരുന്നുണ്ടെങ്കിൽ അത് എന്തെങ്കിലും തെറ്റ് കാണും. പിന്നെ ഇവിടെയുള്ള ഇവിടെയുള്ള ഡിമാൻഡ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവിടെയുള്ള ആൾക്കാർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇവിടുന്ന് വിദേശത്തോട്ട്, അതായത് ഇന്ത്യയിലോട്ട് അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്ക് അവിടെ നിന്നുള്ള ആൾക്കാരെ ഇങ്ങോട്ട് ഹയർ ചെയ്യാൻ പോകത്തുള്ളൂ. ഇത് മനസ്സിലാക്കാണ്ട് ഏജൻസി അല്ലെങ്കിൽ പലരും പറയുന്ന വാക്കുകൾ കേട്ട് പ്രതീക്ഷകളുടെ പുറത്ത് നിങ്ങൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ഓർക്കുക, നിങ്ങളുടെ കാശ് സുരക്ഷിതമാണോ എന്ന് പറയാൻ പറ്റത്തില്ല. ഈ PNP അല്ലെങ്കിൽ AIP ഉണ്ട് എന്ന് അങ്ങനെ വരാൻ പറ്റില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അത് ടാർഗറ്റ് ചെയ്ത് അവരുടെ അടുത്ത് നിന്ന് ലക്ഷങ്ങൾ മേടിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റാതിരിക്കുന്നവരുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഓർക്കേണ്ട കാര്യം, എക്സ്പ്രസ് എൻട്രി ത്രൂ അല്ലെങ്കിൽ ഡയറക്റ്റ് ഇങ്ങോട്ട് വരുന്നവരുണ്ടെങ്കിൽ CR സ്കോർ കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതൊന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പോയിൻ്റ് നില എവിടെയാണ് നിൽക്കുന്നത്, എത്രത്തോളം പോയിൻ്റ് നിങ്ങൾക്കുണ്ട്, ഇവിടെ എത്തണമെങ്കിൽ ഇവിടെ ഇപ്പോൾ വിളിക്കുന്ന ഇൻവിറ്റേഷൻസ് എത്ര പോയിൻ്റ് ഉള്ളവർക്കാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഡയറക്റ്റ് വർക്ക് പെർമിറ്റ് വന്നവരെ എനിക്കറിയാം. അത് നേരായ മാർഗ്ഗത്തിൽ വന്നവരെയാണ് എനിക്കറിയാവുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നാട്ടിലുള്ള TCS അതുപോലെ കമ്പനി ട്രാൻസ്ഫർ വഴി നേരെ ഇങ്ങോട്ട് വന്ന വ്യക്തികളെ എനിക്കറിയാം. അല്ലാണ്ട് അവർ 18 ലക്ഷം അല്ലെങ്കിൽ 20 ലക്ഷം കൊടുത്തിട്ടല്ല ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. 20 ലക്ഷം രൂപ കൊടുത്ത് ഏതെങ്കിലും ഒരു കമ്പനിയിൽ നിങ്ങൾക്ക് ജോലി ഉറപ്പുണ്ട് എന്നും പറഞ്ഞ് ഓഫർ ലെറ്റർ അടക്കം കൊടുത്ത് വരുന്നുണ്ട്. ഞാൻ നാട്ടിൽ ഈ ഇടയ്ക്ക് ഒരു ഏജൻസി എൻ്റെ ഒരു എനിക്കറിയാവുന്ന ഒരാൾക്ക് വേണ്ടി ഞാൻ ഒന്ന് വിളിച്ചു ചോദിച്ചു. അന്നേരം അവർ പറയുന്നതെന്ന് വെച്ചാൽ, അവർക്ക് പാതി ഐഡിയ ഇല്ല, പക്ഷേ ഇവരുടെ ഹയർ ആൾക്കാർക്ക് കുറേയൊക്കെ ഐഡിയ ഉണ്ട്. അന്നേരം അവർ പറയുന്നത്, നിങ്ങൾക്ക് ജോലി ആക്കി തരും, നിങ്ങളിവിടെ നിങ്ങളുടെ റെസ്യൂമേ കൊടുത്ത് എല്ലാം സെറ്റാക്കുക, ആദ്യമേ 50-60 അല്ലെങ്കിൽ 60,000 രൂപ അല്ലെ 1 ലക്ഷം രൂപ നിങ്ങൾ അടയ്ക്കുക, അതിനുശേഷം ബാക്കി കാര്യങ്ങളെല്ലാം റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ഒരാൾ ഒരു വീഡിയോ ഇട്ടതുകൊണ്ട് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. നിങ്ങളെ പറ്റിക്കണമെങ്കിൽ നിങ്ങളും കൂടെ ഒരു പങ്ക് വഹിക്കാണ്ട് അവർക്ക് നിങ്ങളെ പറ്റിക്കാൻ പറ്റത്തില്ല. ഇപ്പം ഒരു ഒറ്റയടിക്ക് 5 ലക്ഷം രൂപ അല്ലെങ്കിൽ 10 ലക്ഷം രൂപ വെറുതെ കൊണ്ടുപോയി ഒരാൾക്ക് കൊടുക്കുന്നതിന് മുന്നേ 2-3 വെബ്സൈറ്റുകൾ, ഞാൻ കുറച്ച് വെബ്സൈറ്റ് ഇതിൻ്റെ അടിയിൽ ലിങ്ക് ചെയ്ത് വെക്കാം, ഇതൊന്ന് വായിക്കുക, ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കുക എങ്ങനെയാണ് രീതികൾ, എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇവിടെ വരാം, എന്തൊക്കെയാണെന്ന് വളരെ വ്യക്തമായിട്ടും ക്ലീൻ ആയിട്ടും പറയുന്നുണ്ട്.
ഈ വഴി വരാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾ എന്നാ പറയുക, അതിന് തെറ്റായ മാർഗ്ഗങ്ങൾ സ്വീകരിച്ച് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പോയിട്ടുണ്ടെങ്കിൽ ഐ ഡോണ്ട് ഫീൽ ബാഡ് അബൌട്ട് ഇറ്റ്. ഇവിടെ നേരായ രീതിയിൽ വരാനുള്ള വഴികളുണ്ട്. അതേസമയം കുറുക്ക് വഴികൾ അല്ലെങ്കിൽ കുറച്ചുകൂടെ വളഞ്ഞ വഴികളിലൂടെ തെറ്റായ മാർഗ്ഗത്തിലൂടെ നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റും. പക്ഷേ അതിൻ്റെ ഭവിഷ്യത്തുകളോ ചിലപ്പോൾ നിങ്ങൾക്ക് ജോലി കാണത്തില്ല, ചിലപ്പം കൊടുത്ത പൈസ മൊത്തം പോവും. സുഹൃത്തുക്കളെ ഞാൻ പറയാം, 22 ലക്ഷം 35 ലക്ഷം എന്നൊക്കെ പറയുന്നത് വളരെ നിസ്സാരമായ സംഖ്യ എന്ന പോലെ കേട്ട് കളയാൻ എനിക്ക് പറ്റത്തില്ല. ഈ കാര്യം ജസ്റ്റ് നിങ്ങളോടൊന്ന് പറയുക. ഇങ്ങനെ ഒരു ഫ്രോഡ് നടക്കുന്നുണ്ട്. നേഴ്സുമാർ നല്ല രീതിയിൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. നേഴ്സുമാർ മാത്രമല്ല, പറയുകയാണെങ്കിൽ എൻ്റെ ഫീൽഡ് മെക്കാനിക്കൽ ഫീൽഡ് വർക്ക് ചെയ്യുന്നവർ വരെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അറിയേണ്ടതാണ്. നിങ്ങളുടെ അടുത്ത സുഹൃത്തോ ബന്ധുവോ ആണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ആരും പോയി ഒരു ഏജൻസിക്കോ അല്ലെങ്കിൽ ഒരു ഏജൻറ്റിനും പൈസ കൊടുക്കരുത്. ഇവിടെ വന്നിട്ടുള്ള ഇവിടെ വിടാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അന്വേഷിക്കുക, ഏതാണ് വഴി, ഏത് പാത്ത് വേ ആണ്, എങ്ങനെയാണ് നിങ്ങളെ കൊണ്ടുവന്നത്. AIP എന്ന് മാത്രം പറഞ്ഞാൽ എംപ്ലോയറിനെ നിങ്ങൾ കണ്ടുപിടിച്ച് തരുമോ, അതോ ആ എംപ്ലോയർ ഞങ്ങളെ ഹയർ ചെയ്യുമോ, ഞങ്ങൾക്ക് എംപ്ലോയറിനോട് ഡയറക്റ്റ് സംസാരിക്കാൻ പറ്റുമോ, ഇതെല്ലാം നിങ്ങൾ അന്വേഷിക്കണം. ഇപ്പോൾ രാജ്യത്തിൻ്റെ അവസ്ഥ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയുള്ളവർക്ക് ജോലി കിട്ടുന്നില്ല. ആ സമയം നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഹയർ ചെയ്ത് കൊണ്ടുവന്ന് വിടുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് കൈൻഡ് ഓഫ് ഹാർഡ്. പിന്നെ നേഴ്സുമാരാണെങ്കിലും RNൻ്റെ എക്സാം അതെല്ലാം നാട്ടിൽ നിന്ന് എവിടെ നിന്നാണേലും എഴുതാം. പക്ഷേ ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഇവിടുത്തെ എന്താണ് അവസ്ഥ എന്ന് നിങ്ങളുടെ സുഹൃത്തുക്കൾ ഇവിടെ ഉള്ളവരുണ്ടെങ്കിൽ അവരോട് ചോദിച്ചു നോക്കുക. പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ തീരാവുന്ന പ്രശ്നമേ നമുക്കുള്ളൂ. ഇപ്പോൾ 10 ലക്ഷം രൂപ അല്ലെങ്കിൽ 15 ലക്ഷം രൂപ കൊടുത്ത് വിസിറ്റർ വിസയ്ക്ക് കൊടുക്കണോ, അതോ വെറും 5000 രൂപ അല്ലെങ്കിൽ 4000 രൂപ കൊടുത്ത് ജസ്റ്റ് ഒരു വിസിറ്റർ വിസയ്ക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യണോ എന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് തിരിയും. ഈ ഏജൻറ്റുമാർ പറയുന്നത് നിങ്ങൾക്ക് വർക്ക് വിസ എന്ന് പറഞ്ഞ സാധനമാണ് തരുന്നത്, അല്ലെങ്കിൽ വർക്ക് പെർമിറ്റാണ് ഇവിടെ കിട്ടുന്നത് ഡയറക്റ്റ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്തുനിന്ന് ലക്ഷങ്ങൾ കൊയ്യുമ്പോൾ അതിൻ്റെ അകത്ത് എത്രത്തോളം ചിലവ് അവർക്ക് വരുന്നുണ്ടെന്ന് ആലോചിച്ചാൽ മതി. ഒരു LMIA ഇഷ്യൂ ചെയ്യാൻ ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയാൻ പറ്റിയത് ഏകദേശം $3000 മാത്രമാണ് ചിലവുള്ളത്. അത് എംപ്ലോയറാണ് ചിലവാക്കേണ്ടത്. അല്ലാണ്ട് അതിപ്പം തെറ്റായ മാർഗ്ഗത്തിൽ പോകുന്നവർ ആ LMIA പൈസ കൊടുത്ത് വാങ്ങുന്നവരാണെങ്കിൽ അങ്ങനെ ലക്ഷങ്ങൾ കൊടുക്കുന്നവരുണ്ടാകാം. പക്ഷേ വെറും $2000 അല്ലെങ്കിൽ $1000 കൊടുക്കേണ്ട സാധനത്തിനൊക്കെ നിങ്ങൾ 22 ലക്ഷവും 32 ലക്ഷവും ഒക്കെ കൊടുത്ത് ഇവിടെ വന്ന് പെട്ട് കഴിഞ്ഞിട്ട് ഞങ്ങളോട് പറയും നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ വി ഡോണ്ട് ഹാവ് ദ ആൻസർ. ഇപ്പം ആരെയും കൈ ചൂണ്ടി കാണിക്കാനല്ല ഞാൻ പറയുന്നത്, ഒരു ജനറൽ അവയർനെസ്. ഇങ്ങനെ ഒരു സംഗതി നടക്കുന്നുണ്ട്, നിങ്ങളെ പറ്റിക്കാൻ ഒരു കൂട്ടം ആൾക്കാർ ഇവിടെ ഉണ്ട്. സ്വന്തം സമൂഹത്തിൽ അല്ലെങ്കിൽ സ്വന്തം കൂട്ടരായിട്ടുള്ള ഇപ്പം മലയാളികളായിട്ടുള്ള മലയാളികൾ തന്നെ പറ്റിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര വേദനാജനകമാണ്. ഇത് മോണിറ്റർ ചെയ്യാൻ ആളുണ്ടോ? ഐ ഡോണ്ട് നോ. പക്ഷേ ദിസ് ആർ ദ തിങ്സ് ഐ നോ. ഈ 4-5 വെബ്സൈറ്റ്സ് ഉണ്ട്. CRS സ്കോർ എന്ന് പറഞ്ഞൊരു സ്കോറുണ്ട്. പിന്നെ ഇവിടേക്ക് ഡയറക്റ്റ് വരണമെങ്കിൽ ഇവിടെയുള്ള ആൾക്കാരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഇവിടെ ആളില്ല എന്ന അവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമാണ് വരാൻ പറ്റുന്നത്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്തുകയാണ്. നിങ്ങളെ പറ്റിക്കാൻ നിങ്ങളോട് മനസ്സ് വെച്ചില്ലെങ്കിൽ ആർക്കും നിങ്ങളെ പറ്റിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇവിടെ കണ്ട കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു എന്നത് മാത്രമാണ്. ഒന്നും ആധികാരികമായിട്ട് സംസാരിക്കുന്നതല്ല. ഇവിടെ തെറ്റായിട്ട് പലരും പറ്റിക്കപ്പെടുന്നുണ്ട് എന്നൊരു ഇൻഫർമേഷൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുക എന്നത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. സോ ഈ വീഡിയോ എടുക്കുക, അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചതിന് ശേഷം മാത്രം ശ്രമിക്കുക. ഇതിൽ നിന്ന് ഇപ്പോൾ എനിക്ക് എന്നാ പറയുക, ഒരാൾക്ക് നന്മ ചെയ്ത് നന്മരമാകണം എന്നൊരു ആഗ്രഹത്തിൻ്റെ പുറത്തല്ല. പക്ഷേ വെറുതെ നിങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച്, ഞാനും ഒരു കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഒരു ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അന്നേരം കഷ്ടപ്പെട്ടിട്ട് ഒരു പൈസ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ വിഷമം നല്ല രീതിയിൽ എനിക്കറിയാം. ആ പൈസ വെറുതെ പോകുമ്പോൾ എന്തു പാടാണെന്ന് എനിക്ക് നല്ല രീതിയിൽ അറിയാം. സോ ദിസ് ഈസ് ജസ്റ്റ് ആൻ ഇൻഫോർമേറ്റീവ് വീഡിയോ. ഐ എം ഗോയിങ് ടു ലിങ്ക് സർട്ടൻ വെബ്സൈറ്റ്സ്, അതായത് ഇമിഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷനുള്ള കാനഡ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റ് ഞാൻ ലിങ്ക് ചെയ്യുന്നുണ്ട്. അതിലായിരിക്കും മോസ്റ്റ് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കാണുക. അത് ഞാൻ ലിങ്ക് ചെയ്തിടും. പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഓഫർ ലെറ്റേഴ്സ് അല്ലെങ്കിൽ ഇതെല്ലാം ഒന്ന് ശരിക്കും വായിക്കുക. ഇവിടെയുള്ള ആരെങ്കിലും കൂട്ടുകാരല്ലെങ്കിൽ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരോട് അന്വേഷിക്കാൻ പറയുക. അങ്ങനെ അല്ലാണ്ട് എടുത്തു ചാടി ലക്ഷങ്ങൾ കൊടുത്തിട്ട് അവസാനം എൻ്റെ കാശ് പോയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളും അതിന് ഈക്വലി ഉത്തരവാദിയാണ് എന്ന് ഓർക്കുക. സോ that's all for today. This is Abhin Archive signing off. And this is just the beginning. I need a big change, help me feel like living. I need a big swing, home runs I'm hitting, and I'll never look back, moving on till I get it all. And we all got dreams.